കാസർഗോഡ് യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ വൻ വഴിത്തിരിവ്. ആന്ധ്രാപ്രദേശ് കേന്ദ്രീകരിച്ച് നിരോധിത നോട്ടിടപാട് നടത്തുന്ന സംഘം സജീവമെന്നാണ് കണ്ടെത്തൽ. ആന്ധ്രയിലെ പ്രമുഖ രാഷ്ട്രീയ കക്ഷികളുടെ നേതാവിന്റെ നേതൃത്വത്തിലാണ് സംഘം പ്രവർത്തിക്കുന്നത്. ബോസ് എന്ന വിളിപ്പേരുള്ള നേതാവിനെ കണ്ടെത്താനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. സംഭവത്തിൽ 2 കേസുകളിലായി 8 പേരാണ് ഇതുവരെയും അറസ്റ്റിലായത്. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നു കാസർഗോഡ് നിന്ന്. ബൈജു, ഇത് തുടക്കത്തിൽ എന്താണ് തട്ടിക്കൊണ്ടുപോകലിന്റെ കാരണമെന്ന് വ്യക്തമായിരുന്നില്ല. ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ നൽകിയ മൊഴി, അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണം, പിന്നീട് ഈ തട്ടിക്കൊണ്ടുപോയ ആളെ കർണാടകയിൽ നിന്നും കണ്ടെത്തുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തിയപ്പോഴാണ് നോട്ടിടപാട് സംഘത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായത്. ഈ തട്ടിക്കൊണ്ടുപോയ ആൾക്കും ഈ സംഘവുമായി ബന്ധമുണ്ടായിരുന്നു. എന്താണ് പോലീസിന്റെ കണ്ടെത്തലുകൾ? തീർച്ചയായും ടോമെ, യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു എന്ന് പറയേണ്ടി വരും. അത്തരത്തിൽ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിലൊരു ബിഗ് ബോസ് ആരാണ്? അതാണ് ഏറ്റവും വലിയ ചോദ്യം വരുന്നത്. ആന്ധ്രാപ്രദേശിലെ ഒരു പ്രധാനപ്പെട്ട കക്ഷിയുടെ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇയാളാണ് ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതെന്നാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഈ ബിഗ് ബോസിനെ കണ്ടെത്താനുള്ള ശ്രമം, ഇയാളെ പിടികൂടാനുള്ള അല്ലെങ്കിൽ ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. എന്തായാലും വലിയൊരു സംഘം ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പോലീസിന് മനസ്സിലായത്. ഈ ഒരു ആദ്യം ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു യുവാവിനെ ഇത്തരത്തിൽ കാറിൽ കയറ്റി കൊണ്ടുപോകുന്നു എന്നൊരു സെക്യൂരിറ്റി ജീവനക്കാരന്റെ മൊഴി നൽകുന്നു. പിന്നീട് പോലീസ് അന്വേഷണം നടത്തുന്നു. ഒടുവിൽ ഈ കർണാടകയിലെ ഹാസനിൽ നിന്നും ഇവരെ, ഈ ഒരു ആന്ധ്രയിലെ സംഘത്തെ കസ്റ്റഡിയിലെടുക്കുന്നു. പിന്നീട് ഇവരെ ചോദ്യം ചെയ്യുമ്പോഴാണ് ഈ കേസിൽ വലിയ വഴിത്തിരിവുണ്ടായത്. അതായത് 2000 രൂപയുടെ നിരോധിക്കപ്പെട്ട നോട്ട് ഇപ്പോഴും റിസർവ് ബാങ്കിലെ സൗഹൃദം, അവിടെയുള്ള ഉദ്യോഗസ്ഥരുടെ സൗഹൃദം ഉപയോഗിച്ച് ഇപ്പോഴും മാറ്റാൻ കഴിയുന്നുണ്ട് എന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ വരുന്നത്. അതിലൊരു നേതൃത്വം, ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ബോസ് എന്നാണ് ഇപ്പോൾ ഇവർ മൊഴി നൽകിയിട്ടുള്ളത്. പിടിയിലായ ആന്ധ്രാപ്രദേശിലെ ആളുകൾ ബോസ് തങ്ങളെ നിയോഗിച്ചു, ഈ വാഹനം ഉൾപ്പെടെ ബോസിന്റേതാണ്, ആ ബോസിലേക്കാണ് ഇപ്പോൾ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുള്ളത്. ബോസിനെ കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ ഈ തട്ടിക്കൊണ്ടുപോയ ഇരയായ മുഹമ്മദ് അനീഫ ഉൾപ്പെടെ പ്രതിയാണ്. 2 കേസുകളിലായി 8 പേരെയാണ് ഇപ്പോൾ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ആളുകളുടെ എണ്ണം കൂടും. പ്രധാനമായും ടോമെ, ഈ നമ്മുടെ കാസർഗോഡ് സ്വദേശികളായ 4 പേരാണ് ഇത്തരത്തിൽ 2000-ന്റെ നിരോധിക്കപ്പെട്ട നോട്ട് തരാം എന്ന് പറഞ്ഞ് ഇവരെ ഇങ്ങോട്ട് വരുത്തിക്കുന്നത്. അങ്ങനെ ഇവർ 1 ലക്ഷം രൂപ അഡ്വാൻസും കൊടുക്കുന്നു. പക്ഷേ ഇവിടെ എത്തി ഇവർ പരിശോധിച്ചപ്പോൾ ഇവർ കാസർഗോഡ് സ്വദേശികൾ നൽകിയത് വ്യാജ നോട്ടാണ്, ഒരു കള്ള നോട്ടാണ് ഈ ഇത്തരത്തിൽ ഇവർക്ക് നൽകാൻ തീരുമാനിച്ചതെന്ന് അറിഞ്ഞാണ് പിന്നീട് അത് തിരിച്ചറിഞ്ഞതോടെ ഈ ആന്ധ്രാപ്രദേശിൽ നിന്നെത്തിയ സംഘം ഇത് കള്ളനോട്ടാണെന്ന് തിരിച്ചറിഞ്ഞതോടെ അവരിവിടെ പിടിച്ചു വെക്കുകയായിരുന്നു. അങ്ങനെ പിന്നീട് 7 ലക്ഷം രൂപ തന്നാൽ മാത്രമേ ഇവരെ വിട്ടയക്കാൻ സാധിക്കൂ എന്ന് അവരോട് പറയുന്നു. അതേ തുടർന്നാണ് ഈ സംഘത്തിൽ തന്നെ മുഹമ്മദ് അനീഫയെ ഇവർ തട്ടിക്കൊണ്ടുപോവുകയും അങ്ങനെ ഒരു നാടകീയ രംഗങ്ങൾക്ക് കാര്യങ്ങളാവുകയും ചെയ്തത്. എന്തായാലും എല്ലാ സംഘങ്ങളെയും, അതായത് കാസർഗോഡ് കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ പണമിടപാട് നടത്തുന്ന, കള്ളപ്പണ ഇടപാട് നടത്തുന്ന, അല്ലെങ്കിൽ ഈ 2000 രൂപയുടെ നോട്ട് ഇരട്ടിപ്പുമായി ബന്ധപ്പെട്ട് തട്ടിപ്പൊക്കെ നടത്തുന്ന സംഘം പിടിയിലായിട്ടുണ്ട്. അതോടൊപ്പം ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള സംഘം പിടിയിലായിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഇതിൽ ബോസ് ആര് എന്ന ചോദ്യമാണ് വരുന്നത്. ബോസിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഈ ബോസിനെ കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലെ ഒരു ഉന്നത രാഷ്ട്രീയ നേതാവാണ് ഈ ബോസ് എന്ന് പറയുന്നത്. ഇയാളാണ് ഇത്തരത്തിൽ ഈ നിരോധിക്കപ്പെട്ട നോട്ട് ഇയാളുടെ റിസർവ് ബാങ്കിലെ ഈ സൗഹൃദം, അവിടെയുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ സൗഹൃദം ഉപയോഗിച്ച് ഇങ്ങനെ മാറ്റിയെടുക്കുന്നത്. ആ ഒരു തലത്തിലേക്ക് അന്വേഷണം വ്യാപിച്ചു. ഏതായാലും വൻ സ്രാവുകൾ പിടിയിലാകാറുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അത് ഒരു പക്ഷേ കേരളത്തിൽ മാത്രമായിരിക്കില്ല, ആന്ധ്രാപ്രദേശിലെ വൻ സ്രാവുകൾ വലയിലാകാറുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെ ഈ ബോസ് ആന്ധ്രയിലുള്ള രാഷ്ട്രീയ ഉന്നതനാകാം. ഈ കേരളത്തിലുള്ള ഏതെങ്കിലും ഉന്നതർക്ക് ഇതിൽ പങ്കുണ്ടോ? കൂടുതൽ മലയാളികൾ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ബൈജു? ടോമ, ഇത് കാസർഗോഡ് സ്വദേശികളാണ് നിലവിൽ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസിന്റെ അന്വേഷണം ഇനി വ്യാപിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ആളുകളുണ്ടോ എന്ന് നോക്കേണ്ടി വരും. ഈ പ്രധാനമായും കാസർഗോഡ് സ്വദേശികൾ 2000-ന്റെ നോട്ട് നൽകാമെന്ന് പറഞ്ഞ് അവർ നൽകിയിരുന്നത് അതൊരു കള്ള നോട്ടായിരുന്നു. പഴയ 2000 നിരോധിക്കപ്പെട്ട നോട്ട്, അതിൽ അത്ര നോട്ടല്ല, അത് കള്ള നോട്ടായിരുന്നു ഇവർ നൽകാൻ ഉദ്ദേശിച്ചിരുന്നത്. അങ്ങനെ തങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്ന് അറിഞ്ഞതോടുകൂടിയാണ് ഈ തട്ടിക്കൊണ്ടുപോകലും ഈ സംഭവവികാസങ്ങളും ഒക്കെ നടക്കുന്നത്. പക്ഷേ ഇവർ പിടിയിലാകുന്ന
കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. കേരള പോലീസ് ഇവരുടെ പിറകെ തന്നെ ഉണ്ടായിരുന്നു. 150 കിലോമീറ്ററോളം ദൂരത്തേക്കാണ് ഇവർ രക്ഷപ്പെട്ട് എത്തിയത്. അവിടെ വെച്ചാണ്, അതായത് ഹാസൻ സകലേഷ്പൂർ എന്ന് പറയുന്ന കർണാടകയിലെ സ്ഥലത്ത് വെച്ചാണ് ഇവർ പിടിയിലാകുന്നത്. ഈ വാഹനം ഉൾപ്പെടെ ഇവർ കസ്റ്റഡിയിലെടുക്കുന്നു, പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. അങ്ങനെ വാഹനം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് രാഷ്ട്രീയ ഒരു നേതാവിലേക്ക് എത്തുന്നത്. ഒപ്പം ഈ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തതോടുകൂടിയാണ് ഇങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവാണ് തങ്ങളുടെ ബോസ് നിയോഗിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഇടപാടിനെത്തിയതും അദ്ദേഹത്തിന്റെ കാറാണ് തങ്ങൾ ഉപയോഗിച്ചതെന്നും ഒക്കെ ഇവർ മൊഴി നൽകിയത്. ഏതായാലും പോലീസിന് ഇതിൽ കൃത്യമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഇയാളെ കണ്ടെത്തുക അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്കാണ് പോലീസ് കടക്കുന്നത്. കാരണം ആന്ധ്രാപ്രദേശ് കേന്ദ്രീകരിച്ച് നടത്തുന്ന ഒരു അന്വേഷണമാണ്. അവിടെയുള്ള ഒരു വലിയ നേതാവ്, നമുക്കറിയാം ആന്ധ്രാപ്രദേശിലെ സാഹചര്യങ്ങളൊക്കെ, ആ നേതാവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട ഒരു കേസാണ്. എന്തായാലും പോലീസ് ഇതിൽ വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. ഇനി കേരളത്തിൽ ഈ സംഘത്തിന് ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് അറിയുന്നത്. ഇതിൽ 2 പേർ, ഈ കാസർഗോഡ് ജില്ലയിലുള്ള 4 പേരാണ് നിലവിൽ അറസ്റ്റിലായിട്ടുള്ളത്. അതിൽ ഷെരീഫും നൂറുദ്ദീനും എന്ന് പറയുന്ന 2 പേർക്ക് നേരത്തെ ഇത്തരത്തിൽ സാമ്പത്തിക കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടതിന്റെ ഒരു കേസുകൾ ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത്. കൂടുതൽ കേസുകൾ ഉണ്ടോ എന്ന് കൂടുതൽ അന്വേഷിക്കുന്നുണ്ട്. ഈ മുഹമ്മദ് ഹനീഫ ഇവരുടെ ഒരു കണ്ണി മാത്രമായിരുന്നു. ഇതിൽ ഷെരീഫാണ് ഇതിൽ മുഖ്യ സൂത്രധാരൻ. എന്തായാലും പോലീസിന്റെ അന്വേഷണം വിപുലീകരിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ നിസാരമായി തോന്നിയേക്കാവുന്ന ഒരു സംഭവം പിന്നീട് പിടികൂടിയപ്പോൾ ഇതിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു. അത് ഒരു പക്ഷേ കള്ളപ്പണ ഇടപാടും ഇത്തരത്തിൽ സാമ്പത്തിക തട്ടിപ്പും ഒക്കെ നടത്തുന്ന വലിയ സംഘത്തിലേക്ക് ഒരു പക്ഷേ പോലീസിനെത്താൻ സാധിക്കും. ഇനി വരും ദിവസങ്ങളിലും ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇപ്പോൾ കസ്റ്റഡിയിലുള്ള കാസർഗോഡ് സ്വദേശികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇവരുടെ മൊഴി കൂടുതൽ രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ കേരളത്തിൽ ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ മറ്റ് ജില്ലകളിൽ ബന്ധമുണ്ടോ, അതല്ലെങ്കിൽ ഉന്നത സ്വാധീനമുള്ള ആളുകൾ ഇവരുടെ പുറകിലുണ്ടോ എന്നൊക്കെ കാര്യങ്ങൾ അറിയും. അത്തരം ഒരു അന്വേഷണത്തിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ വ്യക്തമാക്കിയത്. ഏതായാലും പോലീസിന്റെ കൃത്യമായ ഇടപെടലാണ് ഈ വലിയ ഒരു സംഘത്തെ കുടുക്കാൻ സഹായിച്ചത്. ഇതിൽ തട്ടിക്കൊണ്ടുപോകലിന് ഇരയായ ആളും പ്രതിയാണ്. അതോടൊപ്പം ഇനിയിപ്പോൾ കൂടുതൽ പേർ ഇതിൽ പ്രതികളാകുമെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. വ്യക്തമാണ്. KV ബൈജു ആണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്. TP കേസ് പ്രതികൾ